തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ എസ്ഐക്ക് സസ്പെൻഷൻ. തട്ടിപ്പ് കേസ് പ്രതിയുമായുള്ള തെളിവെടുപ്പിൽ എസ്ഐ ഷഹീൻ വീഴ്ച വരുത്തിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. വകുപ്പ് തല അനുമതി വാങ്ങാതെ സിനിമാ ഷൂട്ടിംഗിൽ പങ്കെടുത്തെന്നും റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി ആഷിഖ് ചേരുന്നു. ആഷിഖ്, എന്തൊക്കെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്? പ്രധാനമായും ഇയാൾക്കെതിരെ എടുത്തിരിക്കുന്ന നടപടിയുടെ കാരണം കഴിഞ്ഞ മാസം സംസ്ഥാന തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഒരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. വിദേശത്ത് പഠനത്തിന് വേണ്ടി വിസ വാഗ്ദാനം നൽകിക്കൊണ്ട് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് 15 ലക്ഷം രൂപ തട്ടിച്ചു എന്ന ഹരിയാന സ്വദേശിയായ യുവതിയുമായി ബന്ധപ്പെട്ട് ഉള്ള കേസായിരുന്നു. ഇതിൽ പ്രതിയായിട്ടുള്ള ആൾ ഹരിയാന സ്വദേശിനിയും ഹരിയാനയിലെ ഒരു കോടതിയിൽ മറ്റൊരു കേസിൽ കസ്റ്റഡിയിൽ കഴിയുന്ന ആളുമായിരുന്നു. ഇവരെ ഈ കേസിന്റെ തെളിവെടുപ്പിനായി ഹരിയാനയിൽ നിന്ന് ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും തിരിച്ച് ഹരിയാനയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു എസ്ഐ ഷഹീന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ഹരിയാനയിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ ഈ തടവുകാരിയെ അവിടെ കൃത്യസമയത്ത് കോടതിയിൽ തിരിച്ചേൽപ്പിക്കാതെ അവിടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയും കോടതിയിൽ തിരികെ കോടതിയുടെ കസ്റ്റഡിയിലേക്ക് തിരികെ ഏൽപ്പിക്കുന്നതിൽ താമസം വരുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എസ്ഐ ഷഹീനെതിരെ നടത്തിയിരിക്കുന്ന കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായി അനധികൃതമായി വിമാനയാത്ര നടത്തിയെന്നും ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ അനധികൃതമായി സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി അനധികൃത ലീവ് അവധി എടുത്തു എന്നുള്ള കണ്ടെത്തലും എസ്ഐ ഷഹീനെതിരെ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഹരി.